ദുഃഖത്തിൽ നമ്മുടെ ബിട്ടുവിനെ ഇരിക്കുകയാണ്. അങ്ങനെ ബിട്ടു പോയി കിടന്ന് ഉറങ്ങണ സമയത്തായിരിക്കും ആ ബ്രഹ്മരക്ഷസ് വരുന്നത്. നീ കിടന്ന് ഉറങ്ങുകയാണോ, എനിക്കെൻ്റെ മുന്നിനെ കണ്ടുപിടിച്ച് താടാ എന്ന് പറഞ്ഞ് നമ്മുടെ ബിട്ടുവിനെ എടുത്തിട്ട് കൊടയുകയാണ് കേട്ടോ. അതായത് ബിട്ടുവിന് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. അവനെ ഇടയ്ക്കൊക്കെ എടുത്ത് എറിയുന്നുണ്ട്, എടുത്ത് അടിക്കുന്നുണ്ട്, അവൻ്റെ മേത്തോട്ട് ചാടി വീഴുകയാണ്. അവനിക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല. മുന്നി 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ബിട്ടു പറയുകയാണ്, ഞാൻ കേൾക്കില്ല, നീ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കില്ല, കാരണം നീ എൻ്റെ മുത്തശ്ശിയെ കൊന്നതാണ്. ആണോ, അന്ന് നിൻ്റെ അമ്മേനെ അങ്ങോട്ട് കൊല്ലാൻ പോയെന്ന് പറഞ്ഞ് ആ സ്ട്രീറ്റ് ലൈറ്റ് എടുത്ത് നേരെ താഴത്തോട്ട് ഇറങ്ങുകയാണ്. ശരിക്കും കൊല്ലാൻ വേണ്ടിയല്ല, അവനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കാണിച്ചത്. നീ കേട്ടില്ലെങ്കിൽ നിൻ്റെ അമ്മേനെ ഞാൻ കൊല്ലും. ഇതേ സമയത്താണ് നമ്മുടെ ബിട്ടുയുടെ പുറകെ ഇരുന്ന് ആ ബ്രഹ്മരക്ഷസ് നമ്മുടെ മുന്നിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ബിട്ടു വന്നവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ബിട്ടു കേൾക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി വാഷിംഗ് മെഷീനിൽ ഇടും. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടേ പറ്റും, ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ബിട്ടു ആ ഒരു ബ്രഹ്മരക്ഷത്തിന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസം രാത്രി ഇവനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇവൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോലും ഒരു ബ്രഹ്മരക്ഷ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പം പറ്റില്ലെന്ന് വിചാരിച്ച് ഇവനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഇവനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന്, അതായത് ബിട്ടുവിന് മനസ്സിലാവുകയാണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ബിട്ടുയുടെ ഉറ്റ സുഹൃത്തായ സണ്ണിനോട് പറയുകയാണ്, ഒന്ന് പോടാ, നീ ഈ കാലത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്, ഇപ്പോഴും ഇതേപോലെ കാലമൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് നിൻ്റെ അതായത് അമ്മൂമ്മ മരിച്ചപ്പോൾ ഷോക്കിൻ്റെ പുറത്താണ് ഇത് പറ്റിയത്. എടാ, ഞാൻ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തന്നെ അവൻ്റെ പുറത്തുനിന്ന് ആ ഒരു ഇത് വരുമ്പോൾ തന്നെ ഇവനിക്ക് ഏതാണ്ടൊക്കെ പിടി കിട്ടുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ആ മുന്നിനെ കണ്ടുപിടിച്ച് കൊടുത്താലാണ് ഇവൻ നമ്മളെ വിട്ട് പോവുള്ളൂ, അതായത് എന്നെ വിട്ട് പോവുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ വിട്ട് പോവില്ലാടെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് അവനിക്ക് മനസ്സിലാവുകയാണ്, അവൻ്റെ ചെവിയുടെ അവിടെ സണ്ണിയുടെ ചെവിയുടെ വന്നിട്ട് എടാന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ എല്ലാ കാര്യങ്ങളും അതായത് ഈ ഗോസ്റ്റിനൊക്കെ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ അവർക്ക് മനസ്സിലാവുകയാണ്, അതായത് ആ സണ്ണിക്ക് മനസ്സിലാവുകയാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും ഗോസ്റ്റ് ഉണ്ട്. അവർ പേടിച്ച് പുറത്ത് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയത്ത് ബ്രഹ്മരക്ഷസ് അവനെ വിടില്ല, ബിട്ടുവിനെ എന്തായാലും വിടില്ല, മുന്നിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്താണ് നമ്മൾ റുക്കുവിനെ വിളിക്കാൻ വേണ്ടി പറയുകയാണ്.